ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിരയെക്കുറിച്ചാണ്. കേരളത്തിൽ ഏറ്റവും അധികം പ്രസിദ്ധമായിട്ട് ആഘോഷിക്കുന്ന തിരുവാതിര ആഘോഷം എന്നതിനേക്കാൾ കൂടുതൽ ഇത് നമ്മുടെ ഭർത്താക്കന്മാരുടെ നെടുമാംഗല്യത്തിനും കന്യകകളായ സ്ത്രീകൾ നല്ല ഭർത്താക്കന്മാരെ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു വ്രതം കൂടിയിട്ടാണ്. ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവൻ്റെ ജന്മനാൾ കൂടിയിട്ടാണ്. ശക്തി ശിവനോട് ചേർന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് പറയുന്നത്. ഈ വർഷം 2026 ജനുവരി 3 ശനിയാഴ്ചയാണ് നമുക്ക് ധനുമാസത്തിലെ തിരുവാതിരയായിട്ട് വരുന്നത്. വ്രതമെടുക്കുന്നത് പല രീതികളിലാണ്. ചിലവർ അശ്വതി മുതൽ തുടർച്ചയായിട്ട് പുണർദം നക്ഷത്രം വരെ വ്രതമെടുക്കാറുണ്ട്. ചിലർ തിരുവാതിര ദിവസം മാത്രമായിട്ടും മറ്റു ചിലർ മകയിരം, തിരുവാതിര, പുണർദം ഈ 3 നക്ഷത്രങ്ങളിലായിട്ടും വ്രതമെടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയാണോ താല്പര്യം ആ രീതിക്കനുസരിച്ച് വ്രതമെടുക്കാവുന്നതാണ്. മകയിരം നാളിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുണർന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് വ്രതമെടുക്കാമെങ്കിൽ, തിരുവാതിര നാളിൽ സൂര്യൻ ഉദിക്കും മുൻപുണർന്ന് ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടും, പുണർദം നാളിൽ സൂര്യൻ ഉദിക്കും മുൻപുണർന്ന് സഹോദരന്മാർക്ക് വേണ്ടിയിട്ടും വ്രതമെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ 3 ദിവസവും തുടർച്ചയായിട്ടും നമുക്ക് വ്രതമെടുക്കാവുന്നതാണ്. അതായത് 2, 3, 4 തീയതികളിൽ. സാധാരണ കേരളത്തിൽ ഇപ്പോൾ പൊതുവെ എല്ലാവരും അനുഷ്ഠിക്കുന്നത് ഈ ഒരു രീതിയാണ്, 3 ദിവസത്തെ കണക്ക്. പണ്ട് കാലത്തൊക്കെ അശ്വതി മുതൽ തന്നെ എടുത്തു പോന്നിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യം അതിനനുവദിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ 3 ദിവസത്തെ കണക്കാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ വ്രതമെടുക്കുന്നവർ മകയിരം നാളിൽ സൂര്യൻ ഉദിക്കും മുൻപേ ഉണർന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് വ്രതമെടുക്കാവുന്നതാണ്. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അല്ലെങ്കിൽ പാലും ഫ്രൂട്ട്സും മാത്രമായിട്ട് കഴിക്കാം. പിറ്റേ ദിവസം തിരുവാതിരയുടെ അന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഉണർന്ന് നമ്മൾ പൂജാമുറിയിൽ നമ്മുടെ വീട്ടിലുള്ള ഉമാമഹേശ്വര ഫോട്ടോയ്ക്ക് മുൻപിൽ നെയ് ദീപം കൊളുത്തി വെച്ച് ഭഗവാന് കൂവളത്തിലകളോ മുല്ലപ്പൂമാലയോ താമരപ്പൂവോ എന്തൊക്കെ പൂക്കൾ കിട്ടുമോ അതൊക്കെ സമർപ്പിച്ച് അതിന് മുൻപിലിരുന്ന് ഓം നമഃശിവായ, ഓം ഉമാമഹേശ്വരായ നമ, പഞ്ചാക്ഷര മന്ത്രങ്ങൾ അങ്ങനെ നമുക്കറിയാവുന്നതൊക്കെ 108, 1008 കണക്കിൽ അല്ലെങ്കിൽ 5001 കണക്കിലൊക്കെ ജപിക്കാം. തിരുവാതിരയുടെ അന്ന് നമ്മൾ അരിഭക്ഷണം കഴിക്കാനേ പാടില്ല. അന്നത്തെ ദിവസം നമ്മൾ ഭഗവാന് എട്ടങ്ങാടി നേദിക്കാം. അതേപോലെ തന്നെ ഫ്രൂട്ട്സും അതേപോലെ ഇളനീരുമൊക്കെ സമർപ്പിച്ച് അത് കഴിച്ചുകൊണ്ടാണ് വ്രതമെടുക്കുന്നത്. എട്ടങ്ങാടി നേദിക്കുന്നത് 2-ാം തീയതി രാത്രിയിലാണ്. അതായത് നമുക്ക് 3-ാം തീയതി തിരുവാതിര വരുന്നത്. അപ്പോൾ നമ്മൾ എട്ടങ്ങാടി നേദിച്ച് പാതിരാപ്പൂവ് ദശപുഷ്പങ്ങളൊക്കെ ചൂടി ഇരിക്കേണ്ടുന്ന സമയമെന്ന് പറയുന്നത് മകയിരവും തിരുവാതിരയും കൂടി ഒന്നിച്ചു വരുന്ന രാത്രിയായിട്ടുള്ള 2-ാം തീയതി രാത്രിയിലാണ്. അങ്ങനെയൊക്കെ ഇപ്പോഴും അനുഷ്ഠിക്കുന്നവരുണ്ടാവും. സോ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. എട്ടങ്ങാടി നേദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചേമ്പ്, ചേന, കാച്ചിൽ അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ വേവിച്ച് ഭഗവാന് സമർപ്പിക്കുക. അത് ചിലർ പുഴുക്കായിട്ടുണ്ടാക്കി ഭഗവാന് സമർപ്പിക്കും, ചിലർ ശർക്കര പാനിയാക്കിയിട്ടത് നമ്മുടെ ദേശത്ത് ഏത് രീതിയാണോ അവലംബിക്കുന്നത് അങ്ങനെ ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, തിരുവാതിരയുടെ അന്ന് രാവിലെ ക്ഷേത്ര ദർശനം മസ്റ്റായിട്ട് തന്നെ നമ്മൾ നടത്തണം. ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് തിരുവാതിര വ്രതം എടുക്കുന്ന എല്ലാ ഭാര്യമാരും അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. പിറ്റേന്ന് പുണർത്തത്തിൻ്റെ അന്ന് രാവിലെ കുളിച്ച് വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി തീർത്ഥം കുടിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ നമ്മുടെ വീട്ടിലുള്ള
ഭഗവാന്റെ മുൻപിൽ ഒരു വിളക്ക് തെളിയിച്ച് ഒരു ചെറിയ ഗ്ലാസ്സിലോ മറ്റോ ജലമെടുത്ത് തുളസിയിലയിട്ട് ആ തീർത്ഥം സേവിച്ചു നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് തിരുവാതിര വ്രതത്തിലൂടെ ലഭിക്കും. നിങ്ങളുടെ ഭർത്താക്കന്മാരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ദാമ്പത്യ സൗഖ്യത്തിനും വിവാഹം കാലതാമസം നേരിടുന്നവരൊക്കെ ശുദ്ധിയോടുകൂടി ഈ ഒരു വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ അടുത്ത തിരുവാതിരയ്ക്ക് മുൻപ് നിങ്ങളുടെ വിവാഹം നടക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ കേരളത്തിൽ അതിപ്രശസ്തമായിട്ടുള്ള തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ വർഷത്തിൽ 12 ദിവസം ഈ ഒരു തിരുവാതിര നാളിലാണ് പാർവതീദേവിയുടെ നട തുറക്കുന്നത്. അന്നത്തെ ദിവസം അവിടുത്തെ ക്ഷേത്ര ദർശനം പാർവതീദേവിയെ കണ്ടു തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു തിരുവാതിര വ്രതം എടുക്കുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി തിരുവാതിര വ്രതത്തിൻ്റെ കഥ അത് അറിയേണ്ടവർക്ക് കേൾക്കാം, അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോയാൽ മതിയാകും. സതീദേവിയുടെ പിതാവായ ദക്ഷൻ ദക്ഷയാഗം നടത്തുകയും ആ യാഗത്തിൽ എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചിട്ടും തനിക്കും ഭഗവാൻ മഹാദേവനെയും ക്ഷണിക്കാതെ പോവുകയും എന്നാൽ സതീദേവി ആ യാഗത്തിന് ചെല്ലുകയും ആ സമയത്ത് സതീദേവിയെ ദക്ഷൻ അപമാനിച്ചു. ഇതിൽ മനം തൊന്ന സതീദേവി ദേഹത്യാഗം ചെയ്തു. ഈ വിവരമറിഞ്ഞ ഭഗവാൻ പരമേശ്വരൻ ദക്ഷനെ കൊന്ന് പ്രതികാരം ചെയ്തു. പിന്നീട് ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിക്കുകയും സതീദേവി പാർവതീദേവിയായി പുനർജനിച്ച് ഭഗവാൻ മഹാദേവനെ തൻ്റെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടി, അതും പിതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ തൻ്റെ വിവാഹം മഹാദേവനുമായി നടക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തപസ്സനുഷ്ഠിച്ചു തുടങ്ങി. അതേ സമയത്താണ് താരകാസുരൻ്റെ ഉപദ്രവം ദേവന്മാർക്കുണ്ടാകുന്നത്. കുറേ നാളത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം ശിവപുത്രന് മാത്രമേ താരകാസുരനിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ശിവഭഗവാനെയും പാർവതീദേവിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സഹായം ചോദിച്ചു. ആരോട്? കാമദേവനോട്. കാമദേവൻ പുഷ്പബാണം മഹാദേവന് നേരെ അയക്കുകയും തപസ്സിലായിരുന്ന മഹാദേവൻ്റെ ആ ഒരു യോഗനിദ്രയ്ക്ക് തടസ്സം വരികയും അതിന് കാരണക്കാരനായ കാമദേവനെ ശിവഭഗവാൻ തൻ്റെ തൃക്കണ്ണുകൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്തു. ഭർത്താവിൻ്റെ വിയോഗത്തിൽ ദുഃഖിതനായ കാമദേവൻ്റെ പത്നി രതീദേവി ഊണുമുറക്കവുമില്ലാതെ വിലപിച്ച് കരഞ്ഞ് ശ്രീ പാർവതീദേവിയോട് തൻ്റെ സങ്കടമുണർത്തിക്കുകയും അതിൽ മനസ്സലിഞ്ഞ പാർവതീദേവി ഭഗവാൻ മഹാദേവനോട് വീണ്ടും പ്രാർത്ഥന തുടങ്ങിയതും ജലപാനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്. ദേവിയുടെ ഈ ഒരു വ്രതത്തിൽ ഭഗവാൻ മഹാദേവൻ സംപ്രീതനാവുകയും കാമദേവനെ പുനർജീവിപ്പിക്കുകയും ചെയ്തു. അതൊരു മകയിരം നാളിലായിരുന്നു എന്നാണ് വിശ്വാസം. തുടർന്ന് അദ്ദേഹം പാർവതീദേവിയിൽ അനുരക്തനായി ദേവിയെ തൻ്റെ പതിയായി സ്വീകരിച്ചു. വിവാഹത്തിൻ്റെ അന്ന് പാർവതീദേവി വളരെയധികം ആനന്ദത്തിലായിരുന്നുവെന്നും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് തിരുവാതിരയും അതിനോട് ചേർന്നുള്ള തിരുവാതിര വ്രതവും അനുഷ്ഠിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ, മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ഉറക്കമൊഴിഞ്ഞ് വ്രതമെടുത്ത് മനഃശുദ്ധിയോടുകൂടി പാർവതീ പരമേശ്വരന്മാരോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അതിന് ഫലം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് തിരുവാതിര നാളിലെ ഈ ഒരു വ്രതം ഇഷ്ടവിവാഹത്തിനും ഉത്തമ ദാമ്പത്യത്തിനും നമ്മളെ സഹായിക്കും. സോ കഴിയുന്നതും എല്ലാവർക്കും തൻ്റെ ഭർത്താക്കന്മാർക്ക് നല്ല ജീവിതം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം, അതായത് അവർക്ക് നല്ല ആയുരാരോഗ്യം ഉണ്ടാവണമെന്നുള്ള ചിന്തയുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സഹോദരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുമൊക്കെയാണ് ഈ 3 ദിവസത്തെ വ്രതം നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ ദിവസത്തെ വ്രതം എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിച്ച് വ്രതം എടുക്കാവുന്നതാണ്. എല്ലാവരും ഇതെടുത്ത് ഭഗവാൻ മഹാദേവനെയും പാർവതീദേവിയെയും പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഫലം നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്നതായിരിക്കും. എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.